പട്ടാപ്പകൽ തിരുവനന്തപുരം പാറശാലയിൽ വമ്പൻ മോഷണം. ഒരു നിമിഷത്തെ ശ്രദ്ധ തെറ്റിച്ച് വളരെ നിസ്സാരമായിട്ട് മോഷ്ടിക്കപ്പെട്ടതാകട്ടെ ലക്ഷങ്ങളും. പാറശാല ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ SBI ബാങ്കിൽ പണമടയ്ക്കാനെത്തിയ യുവാവിന്റെ ബാഗിൽ നിന്നാണ് വളരെ തന്ത്രപൂർവ്വത്തിൽ 1,46,000 രൂപ മോഷ്ടാക്കൾ കവർന്നിരിക്കുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3:30യോടെയാണ് സംഭവം. കളിയിൽക്കവിളയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ശ്രീപ്രകാശിന്റെ പക്കൽ നിന്നാണ് ഈ പണം കവർന്നിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനത്തിലെ പണം ബാങ്കിൽ അടയ്ക്കുന്നതിനായി ശ്രീപ്രകാശ് പാറശാല പെട്രോൾ പമ്പിന് സമീപത്തെ SBI ശാഖയിൽ ആദ്യം എത്തുകയായിരുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സം കാരണം പണം അടയ്ക്കാൻ സാധിക്കാത്തതിനാൽ അവിടെ നിന്നും ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ SBI ശാഖയിൽ എത്തുകയായിരുന്നു. ഇവിടെയും സെർവർ തകരാറായത് കാരണം പണം അടയ്ക്കുന്നതിന് 4 മണി കഴിയുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് ഇയാൾ ബാങ്കിന് പുറത്തെത്തി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കവെയാണ് പണം നഷ്ടമായിരിക്കുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന ശ്രീപ്രകാശിന്റെ അടുത്ത് തമിഴ് കലർന്ന് മലയാളം സംസാരിക്കുന്ന ഒരു ആളെത്തി നെയ്യാറ്റിൻകരയിലേക്കുള്ള വഴി ചോദിക്കുകയായിരുന്നു. എന്നാൽ ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പിന്നിൽ നിന്നൊരു വ്യക്തി യുവാവിന്റെ ബാഗ് തുറന്ന് പണവും എടുത്ത് തന്ത്രപൂർവ്വം കടന്നു കളയുകയായിരുന്നു. ബാങ്കിൽ അടയ്ക്കുന്നതിനായി പണം എടുക്കാൻ നോക്കിയപ്പോഴാണ് തന്റെ പണം നഷ്ടമായെന്ന് യുവാവ് മനസ്സിലാക്കിയത്. തുടർന്നാണ് ബാങ്കിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇത്തരത്തിൽ പട്ടാപ്പകൽ വമ്പൻ മോഷണം നടന്നുവെന്നത് കണ്ടെത്തിയത്. യുവാവിന്റെ പരാതിയിൽ പാറശാല പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ ഇപ്പോൾ മോഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആഡംബര ജീവിതവും ലഹരി ഉപയോഗമാണ് ഇതിന് പിന്നിലെന്നാണ് വിവരങ്ങൾ. 18ഉം 20ഉം വയസ്സുള്ളവരാണ് ഇതിൽ അധികവും മോഷണം നടത്തുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വമ്പൻ കവർച്ചകളല്ലാത്തതിനാൽ തന്നെ പോലീസ് അതൊന്നും ഗൗരവമായി എടുക്കാറില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ന്യൂജൻ സംഘങ്ങൾ വൻ മോഷണ സംഘങ്ങളാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെയാണ് കള്ളന്മാർ ഇപ്പോൾ കേരളത്തിൽ മോഷണം പതിവാക്കുന്നതും. ദിനംപ്രതി മോഷണങ്ങൾ പെരുകുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ പോലീസും ഇരുട്ടിൽ തപ്പുകയാണ്. പെട്രോളിംഗ് ഒക്കെ ശക്തമാണെന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും ഇത്തരം കവർച്ചകൾക്കൊന്നും യാതൊരു കുറവുമില്ല എന്ന് തന്നെയാണ് ഇത്തരം CCTV ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.